ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, VF എന്നിവയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. എല്ലാവരും ക്ലാസ് ഫോളോ ചെയ്യുന്നു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ഏതാണ് ആ സ്ഥാപനം? കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡാണ് അല്ലേ? നബാർഡാണ്. നമുക്കറിയാം, കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്കാണ് ഏതെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത് അല്ലേ? നബാർഡിന്റെ ഫുൾ നെയിം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എന്താണ്? നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. ഓക്കെ, എന്നാണ് സ്ഥാപിതമാകുന്നത്? 1982 ജൂലൈ 12 അല്ലേ? 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുംബൈ ആണ്. ആസ്ഥാനം മുംബൈ ആണ്. കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. എന്താണ്? കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നബാർഡാണ്. ഈ നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്തൊരു കമ്മിറ്റി ഉണ്ടല്ലേ? ശിവരാമൻ കമ്മിറ്റിയാണ്. നബാർഡിന്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ടല്ലോ, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? പറയാവോ? കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറമാണ്. മലപ്പുറം. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും അതുപോലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ച് 2013 ജൂലൈ 8 എന്ത് രൂപീകൃതമാവുന്നു? കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകൃതമാവുന്നു. അപ്പോൾ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ചിട്ടാണ് 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകൃതമാവുന്നത്. ഓക്കെ, ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ മുഹമ്മദ് യൂനുസ് അല്ലേ? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബംഗ്ലാദേശിലെ സാമൂഹിക പ്രവർത്തകനും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂനുസ്. ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ചതും മൈക്രോ ഫിനാൻസ്, മൈക്രോ ക്രെഡിറ്റ് ആശയങ്ങൾ അവതരിപ്പിച്ചതും ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. മുഹമ്മദ് യൂനുസ് ആണ് ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നതും അതുപോലെ മൈക്രോ ഫിനാൻസ്, മൈക്രോ ക്രെഡിറ്റ് ആശയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് യൂനുസിനും ഗ്രാമീൺ ബാങ്കിനും എന്ത് കിട്ടി? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയായിരുന്നു. അത് ഏത് വർഷമാണെന്ന് അറിയാമോ? 2006 കേട്ടോ. 2006 സമാധാന നോബൽ സമ്മാനം മുഹമ്മദ് യൂനുസിനും കിട്ടി, ഗ്രാമീൺ ബാങ്കിനും ലഭിച്ചു എന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. ഫുൾ നെയിം ചോദിച്ചാൽ നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം മുംബൈയിലാണെന്ന് പറഞ്ഞു. ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതായിരുന്നു? ശിവരാമൻ കമ്മിറ്റിയാണെന്ന് ഓർക്കുക. ഇനി കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് മലപ്പുറമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും 2013 ജൂലൈ 8 ലയിച്ചാണ് കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകൃതമായതെന്ന് പറഞ്ഞു. ഓക്കെ, ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി അല്ലെ? അദ്ദേഹത്തിനും ഗ്രാമീൺ ബാങ്കിന് ലഭിച്ചത് ഏത് വർഷമാണ് നോബൽ കിട്ടിയിരുന്നത്? 2006. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. PSC ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ് അല്ലേ? ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അത് ഏത് പുസ്തകത്തിലാണ്? നമുക്കറിയാം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലേ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതും ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടന്റെ കൊളോണിയൽ ഭരണത്തിലെ സാമ്പത്തിക ചൂഷണം വെളിപ്പെടുത്തുന്ന കൃതിയാണ് ഏത്? ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? ബ്രിട്ടന്റെ കൊളോണിയൽ ഭരണത്തിലെ സാമ്പത്തിക ചൂഷണം വെളിപ്പെടുത്തുന്ന കൃതിയാണ് ഏത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ സംബന്ധിച്ച കണ്ടെത്തലുകളാണ് നവറോജി ഈ കൃതിയിലൂടെ വിവരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ സംബന്ധിച്ച കണ്ടെത്തലുകളാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടന്റെ സാമ്പത്തിക നയങ്ങളെ എതിർക്കുകയും ഇന്ത്യൻ സമ്പത്ത് ഇന്ത്യയിൽ ചെലവഴിക്കാതെ ബ്രിട്ടന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം ബ്രിട്ടൻ ഉപയോഗിക്കുകയാണെന്നും
ഈ കൃതിയിലൂടെ നവറോജി സമർത്ഥിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ സമ്പത്ത് മൊത്തം ബ്രിട്ടൻ ചോർത്തിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം പുസ്തകത്തിലൂടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കണോമിക് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലേ. ഇക്കണോമിക് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ നവറോജി ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെടുന്നു. അപ്പോൾ ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധിയാണ് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അതും ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ, അതും അദ്ദേഹമാണ് അല്ലേ, ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഓക്കെ. അതുപോലെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അല്ലേ, വന്ധ്യവയോധികൻ, ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അതൊക്കെ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്ന പേരിൽ അറിയപ്പെടുന്നതും നമുക്കറിയാം ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണെന്ന് പറയണം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നീതി ആയോഗ് തന്നെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കേട്ടോ. അപ്പോൾ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത്, ഒന്നാമത്തെ പ്രസ്താവന, ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീതി ആയോഗിന്റെ ലക്ഷ്യമാണോ അത്? ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല, അത് തെറ്റാണേ. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, അത് ലക്ഷ്യമാണല്ലേ. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അതുപോലെ മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, അതും നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക, അതും നമ്മുടെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം ഏതൊക്കെയാണ്? വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഇത് മൂന്നും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശക സമിതിയാണ് അല്ലെ, ഒരു ഉപദേശക സമിതിയാണ് ഏത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെട്ട രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള സുപ്രധാന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ അല്ലേ. ആസൂത്രണ കമ്മീഷന് പകരം രൂപീകൃതമായ സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഫുൾ ഫോം ചോദിക്കാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെങ്കിൽ നീതി ആയോഗ്. ഓക്കെ, ദേശീയ രാജ്യാന്തര പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. എന്താണ്? ദേശീയ രാജ്യാന്തര പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് നീതി ആയോഗിൻ്റെ ചുമതല. എന്നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്? 2015 ജനുവരി 1-നാണ് അല്ലേ. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് രൂപീകരിക്കുന്നത്. ആദ്യ യോഗം ചേരുന്ന ദിവസം എന്നാണ് ആദ്യ യോഗം ചേരുന്നത്? 2015 ഫെബ്രുവരി 8. ഓർത്ത് വെച്ചേക്കണം, 2015 ഫെബ്രുവരി 8-നാണ് നമ്മുടെ നീതി ആയോഗ് ആദ്യത്തെ യോഗം ചേരുന്നത്. ഓക്കെ, നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും നമുക്കറിയാം പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ. നിലവിൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർമാൻ ആരാ ഇപ്പോൾ നിലവിൽ? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി അധ്യക്ഷനാണ്. ഈ പ്രധാനമന്ത്രി അധ്യക്ഷനായ നമ്മുടെ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പ്രധാനമന്ത്രി അധ്യക്ഷനായ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ ആരൊക്കെ ഉണ്ടാകും? അതായത് എല്ലാ മുഖ്യമന്ത്രിമാരും ഉണ്ട്, അല്ലാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എല്ലാ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും. ഓക്കെ, പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും പരമാവധി 2 താൽക്കാലിക അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടുന്നതാണ് നീതി ആയോഗ്. ചോദിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗ് കേട്ടോ. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ കാണും, പിന്നെ സ്ഥിര അംഗങ്ങളും പരമാവധി 2 താൽക്കാലിക അംഗങ്ങൾ. മനസ്സിലായോ? ഉപാധ്യക്ഷനുണ്ട്, സ്ഥിരാംഗങ്ങളുണ്ട്, 2 താൽക്കാലിക അംഗങ്ങൾ, പിന്നെയോ 4 അനൗദ്യോഗിക അംഗങ്ങൾ, പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേട്ടോ. ഇത്രയും പേരാണ് നീതി ആയോഗിൻ്റെ ഘടനയിലുള്ളത്. ഓക്കെ, പിന്നെ വിവിധ തുറകളിൽ അറിവും പ്രവർത്തന പരിചയമുള്ള വിദഗ്ധരെ പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നു. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം.
സാമ്പത്തിക നയരൂപീകരണ പരിപാടികളിൽ സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തവും ഇടപെടലും കൂടുതലായി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീതി ആയോഗ് രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് സാമ്പത്തിക നയ രൂപീകരണ പരിപാടികളിൽ സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തം അതുപോലെ ഇടപെടലൊക്കെ കൂട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നീതി ആയോഗ് രൂപീകരിച്ചിട്ടുള്ളത്. സാമ്പത്തിക വികസന രംഗത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ തട്ടുകളിലാണെന്നതുപോലെ സാമ്പത്തിക മേഖലയിൽ വൈവിധ്യങ്ങൾ ഏറെയുള്ള ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് കിടമത്സരമുള്ള ഇന്നത്തെ ആഗോള സാമ്പത്തിക രംഗത്ത് വളരുന്നതിനും പിടിച്ചു നിൽക്കുന്നതിനും 65 വർഷം പഴക്കമുള്ള ആസൂത്രണ കമ്മീഷൻ പോലെ വൺ സൈസ് ഫിറ്റ് ഓൾ എന്ന രീതിയിലുള്ള സാമ്പത്തിക ആസൂത്രണം കാലഹരണപ്പെട്ടതാണെന്ന കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നിരീക്ഷണങ്ങളും നീതി ആയോഗിന്റെ രൂപീകരണത്തിന് നിദാനമായിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നീതി ആയോഗിന്റെ CEO ആരാ? നമ്മൾ പറഞ്ഞു ഉപാധ്യക്ഷൻ സുമൻ ബെറി ആണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ CEO ആരാണ്? കിട്ടുന്നുണ്ടോ? ആരാണ്? BVR സുബ്രഹ്മണ്യം അല്ലേ? നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഇനി അതുപോലെ ബ്രാൻഡിങ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി രചിച്ചത് ആരാണ്? അത് അമിതാഭ് കാന്ത് ആണ് അല്ലേ? അമിതാഭ് കാന്ത് ആണ്. ടൂറിസം വികസന രംഗത്തെ നിർണായക ചുവടുവയ്പായ ഗോഡ്സ് ഓൺ കൺട്രി, ഇൻക്രെഡിബിൾ ഇന്ത്യ തുടങ്ങിയ പ്രചാരണ പരിപാടികളുടെ ചുക്കാൻ പിടിച്ച വ്യക്തിയും ആരാണ്? അമിതാഭ് കാന്ത് ആണ്. ഓക്കെ. അതുപോലെ തൊഴിൽ ഉൽപാദന മേഖലയിലെ പുതിയ സംരംഭങ്ങളായ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇല്ലേ, അത് എന്നീ പരിപാടികളുടെ അമരക്കാരനും ഈ അമിതാഭ് കാന്ത് തന്നെയാണ്. ഓക്കെ, കിട്ടുമല്ലോ. അപ്പോൾ നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിട്ടൊരു കളി വേണ്ട കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗ്, ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ലക്ഷ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഇവയിൽ ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കർത്തവ്യം അല്ലാത്തത് ഏതാണെന്ന് പറയണം കേട്ടോ. ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കർത്തവ്യം അല്ലാത്തത് ഒന്നാമതായിട്ട് തന്നിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ ദേശീയ പോരാട്ടത്തിന് പ്രചോദനമായ ഉദാത്തമായ ആദർശങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ മൗലിക കടമയാണത്. അപ്പോൾ അത് ആർട്ടിക്കിൾ 51A വരുന്നുണ്ട് അല്ലേ. പൊതുസ്വത്ത് സംരക്ഷിക്കാനും അക്രമം ഒഴിവാക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും അത് മൗലിക കടമകളിൽ വരുന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി നികുതി അടയ്ക്കാനുള്ള ചുമതല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നികുതി? നമ്മൾ മൗലിക കടമ പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്നുണ്ടോ ഇത്? ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ടാക്സ് അടയ്ക്കാനുള്ള ചുമതല അത് വരുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത്. അതായത് 51A ഉൾപ്പെടാത്തത് ഇതാണ്. ഓക്കെ. പിന്നെ ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും മനോഭാവം വികസിപ്പിക്കുക, അതൊക്കെ നമ്മുടെ 51A വരുന്നതാണ് കേട്ടോ. അപ്പോൾ 51A എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മൗലിക കടമകളുടെ ആർട്ടിക്കിളാണ്. ഭാഗം ചോദിക്കുകയാണെങ്കിൽ 4A ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൗലിക കർത്തവ്യങ്ങളുടെ പട്ടികയിൽ നികുതി അടയ്ക്കാനുള്ള ചുമതല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഏത് കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തിട്ടുള്ളത്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് അല്ലേ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മൗലിക കർത്തവ്യങ്ങളുടെ പട്ടികയിൽ നികുതി അടയ്ക്കാനുള്ള ചുമതല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഏത് വഴിയാണ് മൗലിക കർത്തവ്യങ്ങൾ ചേർത്തിട്ടുള്ളത്? ഏത് ഭരണഘടനാ വഴിയാണ്? 10 മൗലിക കർത്തവ്യങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഏത് ഭേദഗതി വഴിയാണ് വന്നേ? 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമം, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കർത്തവ്യങ്ങൾ ചേർത്തു അല്ലേ. അതിൽ 11ാമതായിട്ട് കൂട്ടിച്ചേർത്തത് ഏതാണ്? 86ാം ഭേദഗതി നിയമം 2002. പിന്നീട് അത് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഓക്കെ. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഇനി 11ാമതൊരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തത് 2006 86ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്. ഓക്കെ അല്ലേ. ഇനി മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യം ഏതാണ്? അത് USSR ആണ്, റഷ്യയാണ് അല്ലേ. ഓക്കെ, അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സഭാ സമ്മേളനം നിർത്തിവെച്ച് അടുത്ത സിറ്റിംഗ് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നത് അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? സഭാ സമ്മേളനം നിർത്തിവെച്ച് അടുത്ത സിറ്റിംഗ് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നത് അറിയപ്പെടുന്നത് എന്താ അറിയാമോ? അഡ്ജേൺമെൻറ്റ് സൈൻഡായി എന്നാണ് കേട്ടോ. അഡ്ജേൺമെൻറ്റ് സൈൻഡായി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭാ സിറ്റിംഗ് നിശ്ചിത സമയത്തേക്ക് നിർത്തിവെക്കുക എന്നതാണ് അഡ്ജേൺമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് അഡ്ജേൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ?
പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭാ സിറ്റിംഗ് ഒരു നിശ്ചിത സമയത്തേക്ക് നിർത്തിവെക്കുന്നതിനാണ് പറയുന്നത് അഡ്ജേൺമെൻ്റ് എന്ന്. അത് ചെയ്യുന്നത് ആരായിരിക്കും? ഏത് സഭയാണോ അതിൻ്റെ അധ്യക്ഷനായിരിക്കും അല്ലേ? അഡ്ജേൺമെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും സഭയുടെ അധ്യക്ഷനായിരിക്കും. പിന്നീടും സഭ വീണ്ടും സമ്മേളിക്കണ്ടേ? അപ്പോൾ സഭ നിർത്തിവെക്കുന്ന ആ സമയത്ത് തന്നെ എപ്പോഴാണ് ഇനി വീണ്ടും സഭ സമ്മേളിക്കുന്നത് എന്ന് ആര് പറയും? അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നു. മനസ്സിലായോ? സഭയുടെ അടുത്ത സിറ്റിംഗ് എപ്പോഴാണെന്ന് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നതിനെയാണ് അഡ്ജേൺമെൻറ്റ് സൈൻഡായി എന്ന് പറയുന്നത്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ അഡ്ജേൺമെൻറ്റ് എന്ന് പറയുന്നത് സഭ നിർത്തിവെക്കുന്ന പരിപാടിയാണ് കേട്ടോ. നിശ്ചിത സമയത്തേക്ക് സഭ നിർത്തിവെക്കുന്നത്. അപ്പോൾ സഭ നിർത്തിവെച്ചു, ഇനി അടുത്ത സഭ കൂടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? അതായത് സഭ അടുത്ത സിറ്റിംഗ് എപ്പോഴാണെന്ന് സൂചിപ്പിക്കാതെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നതിനെയാണ് അഡ്ജേൺമെൻറ്റ് സൈൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അഡ്ജേൺമെൻറ്റ് എന്താണ്, അഡ്ജേൺമെൻറ്റ് സൈൻ എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? വ്യക്തമായല്ലോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇവരിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മലയാളി വനിതകൾ ആരൊക്കെ? ഭരണഘടനാ നിർമ്മാണ സമിതി മനസ്സിലേക്ക് വരിക, അതിനകത്തുള്ള മലയാളി വനിതകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആരൊക്കെയാണ് മലയാളി വനിതകൾ? പറഞ്ഞേ, ആരൊക്കെ വരും? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി, ദാക്ഷായിണി വേലായുധൻ അല്ലേ? 1946 ഡിസംബർ 6 എന്ത് വരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് അല്ലേ? അപ്പോൾ ഈ വനിതാ അംഗങ്ങൾ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് 17 പേരായിരുന്നു അല്ലേ? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ ഇന്ത്യ വിഭജനത്തിന് മുൻപ് 17 പിന്നീട് വിഭജനത്തിന് ശേഷം 15 അല്ലേ? ആകെ മലയാളികൾ എത്രയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ മലയാളികൾ 17 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം വരുന്നത് ഡിസംബർ 9 ഡിസംബർ 6 രൂപീകരിക്കുന്നു. 1946 ഡിസംബർ 9 ആദ്യത്തെ യോഗം ചേരുന്നത്. ഓക്കെ, ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു? ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നമ്മൾ പറഞ്ഞു ഡിസംബർ 9 ചേർന്നു എന്ന് പറഞ്ഞു. അല്ല, ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു? 207 പേര്. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. 207 പേരാണ് പങ്കെടുത്തത്. ഓക്കെ അല്ലേ? കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന മലയാളികൾ 17. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകൾ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് 17, വിഭജനത്തിന് ശേഷം 15 പേര്. ഓക്കെ, മലയാളി വനിതകൾ ചോദിക്കുകയാണെങ്കിൽ 3 പേര്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി, ദാക്ഷായിണി വേലായുധൻ. ഓക്കെ അല്ലേടാ? കിട്ടുമല്ലോ? അപ്പോൾ ബാക്കി നമുക്ക് നാളെ അടുത്ത ദിവസം ക്ലാസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കേടാ, താങ്ക് യു.